ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ യാദൃച്ഛികമായിട്ടാണ് ഇന്ന് ട്രിവാൻഡ്രത്തെ YMCAയിലെ ഒരു ഹാളിൽ കുറച്ചു പേർ ചേർന്ന് നടത്തിയ ഒരു ആരാധനയിൽ ഞാൻ യാദൃച്ഛികമായിട്ട് പാസ് ചെയ്യുമ്പോൾ എനിക്ക് പരിചിതമായ ഒരു മുഖത്തെ കണ്ടു. ഞാൻ ഏകദേശം 1996 വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മദ്യപാനിയായിരുന്നു. ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഒരു തലവേദനയായി കുടുംബത്തിനകത്തും പുറത്തും നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ വീട്ടുകാർ, എൻ്റെ അമ്മായിയും എൻ്റെ ഭാര്യയും എന്നെ പിടിച്ചു വലിച്ച് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. മാത്യു സാമെന്നാണ് ആ സാറിൻ്റെ പേര്. ആ സാറാണ് ഇന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് രക്ഷയുടെ മാർഗത്തെ പറഞ്ഞു തന്നത്. അത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് കൃപയാൽ ഈ ദിവസം എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞു. അതിനുശേഷം കുറേ വർഷങ്ങളായി ഞാൻ തിരക്കി നടക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ആത്മാക്കൾ തമ്മിൽ ഒരുമിച്ചായി. സ്തോത്രം. ഇന്ന് ഇവിടെ ഒരു ചെറിയ മെസ്സേജ് കൊടുക്കാൻ പറ്റി. എൻ്റെ അഭിഷിക്തൻ എനിക്ക് പറഞ്ഞു തന്നത് രക്ഷയുടെ മാർഗം. അന്ന് എന്നിൽ മറഞ്ഞിരുന്ന ഒരു ദൈവദാസനെ പുറത്തെടുക്കുവാൻ ഈ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യം മറന്നു പോരുത്. അവൻ പൗലോസ് പറയുന്നത് പോലെ നമ്മളെ നടത്തിയവരെ ഓർത്ത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവവചനം പറഞ്ഞു തന്നവരെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. അവർക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞാൻ ഈ അഭിഷിക്തനെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. സ്വർഗം നല്ലത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. 1-2 വാക്ക് അഭിഷിക്തനും പറയുക. വളരെ വർഷങ്ങൾക്ക് ശേഷം അനിൽ ഡെന്നീസ് പ്രിയപ്പെട്ട സഹോദരൻ കൊത്തളം എന്നുള്ള സ്ഥലം തിരുവനന്തപുരത്ത് പടിഞ്ഞാറക്കോട്ടയ്ക്ക് അപ്പുറമായിട്ട് കൊത്തളം ജംഗ്ഷൻ കന്നിമക്കൊത്തളം, അവിടെ ബത്തേൽ എന്നൊരു കുരിശ് വെച്ചൊരു വീടുണ്ടായിരുന്നു. ആ നാട്ടുകാർക്ക് പള്ളി എന്നാണ് അറിയപ്പെട്ടത്. ഇന്ന് ആ കുരിശ് അവിടെ ഇല്ലെങ്കിലും ആ ഭവനം അവിടെ ഉണ്ട്. പക്ഷേ ആ കുരിശ് വെച്ച വീട്ടിൽ നിന്നും അവിടെ നടന്ന ആരാധനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ദൈവിക മനുഷ്യനെ കർത്താവിൽ കാണുവാൻ ഇടവരുത്തിയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, സർവമംഗളങ്ങളും ആശംസിക്കുന്നു, കുടുംബത്തിന് സകല നന്മകളും വരുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന് പുറത്ത് അനേകം ആത്മാക്കളെ നേടുവാൻ പ്രിയപ്പെട്ടവനെ ഇനി ഉപയോഗിക്കട്ടെ. എൻ്റെ പ്രവർത്തനങ്ങളും ഈ വേലയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരനുമായിട്ടൊക്കെ ഇനിയും ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഒരുപക്ഷെ കണ്ടുകൊണ്ട് അദ്ദേഹം വഴി ഒരുക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. ഗോഡ് ബ്ലെസ്.